ഹലോ ഗായ്സ്, ഞാനിത് മറൈൻ വേൾഡ് എക്സിബിഷൻ വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് പാലക്കാട് വന്നപ്പോൾ എടുത്തതാണ്. ഇതിപ്പോൾ കോഴിക്കോട് ഉണ്ടെന്നാണ് കേട്ടോ കേട്ടത്. പാലക്കാട് ഇപ്പം ഇല്ല, കോഴിക്കോട് ഈ മന്ത് ഫുൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മളിവിടെ ആദ്യം കയറിയതും കാണാൻ പറ്റുന്നത് ആനിമൽസ്, ബേർഡ്സ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെങ്കിൽ പോലും അത് തലയെടുക്കും, സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടൊക്കെ തോന്നിപ്പിക്കും കേട്ടോ. ഇത് ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നില്ല നമുക്ക് കാണുമ്പോൾ. എല്ലാം കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം അതിൻ്റെ കൂടെ നിൽക്കാൻ തോന്നും കേട്ടോ. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് വലിയ അക്വേറിയത്തിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ഫിഷുകളാണ് കേട്ടോ. ഇതെല്ലാം ഓരോ സെക്ഷൻ ആയിട്ടാണ് കേട്ടോ അവർ കൊടുത്തിരിക്കുന്നത്. എന്തായാലും എല്ലാം കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാ ഫിഷിന്റെ പേരും ഡീറ്റെയിൽസ് എല്ലാം ഇതിന്റെ അടുത്ത് തന്നെ ഒരു ബോർഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി കാണിക്കുന്ന ഒരു ഫിഷ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എനിക്കിത് ശരിക്കും ഇത് വാങ്ങിക്കണം എന്നൊക്കെ തോന്നി. നിങ്ങൾക്ക് ഏത് ഫിഷ് ഇഷ്ടമായതെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇവിടെ സ്കൂബ ഡൈവിങ് ചെയ്യുന്ന ഒരാളെ കണ്ടോ കേട്ടോ. അവർ ബബിൾസ് വിടുന്നുണ്ട്, ടാറ്റ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അവർ കൈ ഫിഷിന്റെ മേലേക്ക് തട്ടുന്നുണ്ട് കേട്ടോ. ഫിഷൊക്കെ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോകുന്നുണ്ട്. എന്തായാലും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് അണ്ടർ വാട്ടർ ടണലിലേക്കാണ് കേട്ടോ. ഇവിടെ രണ്ട് സൈഡും മുകളിൽ എല്ലാവരും ഫിഷാണ്. പുതിയൊരു ലോകത്ത് പോയ പോലെ തോന്നും കേട്ടോ നമുക്ക്. ആ ഒരു ബ്ലൂ കളർ തീം മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. സോ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. പിന്നെ നേരെ ഐസ്ക്രീം കഴിക്കാൻ പോയിട്ടോ. ഐസ്ക്രീം കണ്ടപ്പോൾ പിന്നെ കഴിക്കാതെ വരുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഐസ്ക്രീം കഴിച്ചു. ഞാൻ ബ്ലൂബെറി ആണ് കേട്ടോ കഴിച്ചത്. ഞങ്ങൾ ഇവരുടെ വീഡിയോസിലും എല്ലാത്തിലും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് മത്സ്യകന്യകയാണ് കേട്ടോ. അത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. മത്സ്യകന്യകനെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ കണ്ടപ്പോൾ മത്സ്യകന്യകനായിരുന്നു കേട്ടോ. പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയി. പിന്നെ ഓക്കെ, അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് മത്സ്യകന്യകനെ കാണുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അവർ പോസൊക്കെ ചെയ്തു കേട്ടോ. ഇനി ഇവിടെ കാണുന്നത് ഫുൾ സ്റ്റോളുകളാണ്. ഡ്രസ്സ്, ആക്സസറീസ്, ഫുഡ് ഐറ്റംസ് അങ്ങനെയുള്ള ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് മാംഗോ ജെല്ലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ 5 മിനിറ്റിൽ നിങ്ങളുടെ കാരിക്കേച്ചർ വരയ്ക്കുന്നതുകൊണ്ട് കണ്ടു കേട്ടോ. പക്ഷെ അപ്പം ചെയ്യാൻ പറ്റില്ല. എന്തായാലും പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം. ഗൈസ്, അങ്ങനെ എൻ്റെ സ്ഥലം എത്തി. ഞാൻ ഭയങ്കര ഫുഡിയാണ്. സോ ഫുഡ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കടകൾ കണ്ടു. കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കരിമ്പ് ജ്യൂസ് മാത്രമാണ് കുടിച്ചത്. ഇറ്റ്സ് ഓക്കെ. ചേച്ചി ഇവിടെ എന്തൊക്കെയോ കുത്തി എന്തൊക്കെയോ ഉണ്ടാക്കണ കണ്ടു. അപ്പോൾ അത് കണ്ടുകൊണ്ട് നിന്നു കേട്ടോ കുറേ നേരം. എനിക്ക് ഇതുപോലെ കുത്തി കളിക്കണം എന്നൊക്കെ തോന്നി. എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവരിങ്ങനെ ഉണ്ടാക്കുന്നത് കാണാൻ. അതുപോലെ തന്നെ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. അപ്പോൾ ബൈ ഗൈസ്, ടാറ്റാ.